സ്ക്രിപ്റ്റ് ഷെയർ ചെയ്തത്. കഴിഞ്ഞ തവണ പറഞ്ഞതിൽ എന്തെങ്കിലും ഇപ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ഇപ്പോൾ ചോദിക്കാം പുതിയതായിട്ട് വന്നവർക്ക്. അങ്ങനെയൊന്നുമില്ലെങ്കിൽ നമുക്ക് നേരെ പറഞ്ഞു തുടങ്ങാം. നമ്മൾ പറഞ്ഞ ഒരു കാര്യം ജോയിന്റ് പ്രോബബിലിറ്റീസിൻ്റെ കാര്യമാണ്. രണ്ട് പ്രോബബിലിറ്റി ഇൻഡിപെൻഡൻറ്റ് പ്രോബബിലിറ്റീസ് പലതരത്തിൽ നമുക്ക് കമ്പൈൻ ചെയ്യാം. ഒന്ന് ആൻഡ് എന്ന് പറയുന്നത്, അതായത് രണ്ടിലുമുള്ളത് മീൻ എ ആൻഡ് ബി എന്ന് പറയുന്ന ഈ ഒരു കമാൻഡ് വെച്ച് നമുക്ക് ഇപ്പോൾ ഇതൊരു വി ആർ ടോക്കിംഗ് അബൌട്ട് ബൈനോമിയൽ പ്രോബബിലിറ്റീസ്, അതായത് ഒരു ഇവന്റ് സംഭവിച്ചോ ഇല്ലയോ എന്നുള്ളതാണ്. ആൻഡ് in our example, which is a coin flip, which is a probability of 0.5. അപ്പോൾ നമ്മൾ ബൈനോം എന്നുള്ള കമാൻഡ് ആദ്യം കൊടുക്കുന്നത് നമ്മുടെ നമ്പറാണ്, എത്ര റിപ്പീറ്റേഷൻസ് ഉണ്ട്. സെക്കൻഡ് ഇസ് ദ സാമ്പിൾ സൈസ്. ഇതിപ്പോൾ ഒറ്റ കോയിൻ ആണെങ്കിൽ 1 കൊടുക്കും ആൻഡ് 0.5. ഇപ്പോൾ ഒരു കോയിൻ എത്രയാ, 1 മില്യൺ ടൈം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ ഫ്ലിപ്പ് ചെയ്താൽ എത്ര തവണ ഹെഡ്സ് കിട്ടും എന്നുള്ളതാണ്. ദാറ്റ് ഇസ് ഹെഡ് ഇസ് ഡിഫൈൻഡ് ആസ് സക്സസ്. അപ്പോൾ ഇതാണ് എ എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ അങ്ങനെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. സോ അതിൽ നമ്മൾ എക്സ്പെക്ടേഷൻ എന്നുള്ള പറയുന്ന ഒരു കോൺസെപ്റ്റ് പഠിച്ചു. എക്സ്പെക്ടേഷൻ മീൻസ് ദ പീക്ക് ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ. അവിടെ ഏറ്റവും അധികം ഈ ഹെഡ്സ് കാണാനുള്ള എവിടെ എത്ര ഹെഡ്സ് ആയിരിക്കും എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഏത് പ്രൊപ്പോർഷൻ ആയിരിക്കും. സോ ഇപ്പൊ അതിന്റെ ഒരു ഫോർമുല എന്ന് പറയുന്നത് ഈ അസ്യൂംഡ് പ്രോബബിലിറ്റി ഇൻടു ദ നമ്പർ, അതാണ് കാണുന്നത്. അപ്പൊ ഇതിലിപ്പോ ഒരു ഫ്ലിപ്പ് ആണെങ്കിൽ നാച്ചുറലി 0.5 ആണ് അതിന്റെ എക്സ്പെക്ടേഷൻ. ആൻഡ് അതുപോലെ ഇതിലും അത് തന്നെ വരും. പക്ഷെ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ മീൻ എ ആൻഡ് ബി എന്ന് പറയുമ്പോൾ 0.25. ഒരു സംശയം ചോദിച്ചോട്ടെ, നമ്മൾ ആ സ്ക്രിപ്റ്റ് റൺ ചെയ്ത സമയത്ത് അവിടെ 0.5 എന്നുള്ള ഒരു പ്രോബബിലിറ്റി ഇട്ടിരുന്നല്ലോ, ചാൻസ്. അത് അതിന്റെ വാല്യൂ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ബയസ്ഡ് ട്രയൽ ആയിട്ട് മാറുമോ? അത് തന്നെ. ഇഫ് യു വാണ്ട് ടു, അതാ ഞാൻ പറഞ്ഞു. അപ്പൊ അതിപ്പോ ആ പ്രോബബിലിറ്റി എന്നുള്ളത് നമ്മളൊക്കെ അസ്യൂം ചെയ്യാം. ഇപ്പൊ ഇഫ് യു തിങ്ക് ഇറ്റ് ഇസ് എ ബയസ്ഡ് കോയിൻ, യു ക്യാൻ പുട്ട് ഇറ്റ് ആസ് 0.2 ഓർ 0.1 ഓർ അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അപ്പൊ അത് അല്ലെങ്കിൽ ഇപ്പൊ ഈ ജാറിന്റെ എക്സാമ്പിൾ ആണെങ്കിൽ ഇപ്പൊ ജാറിൽ നമ്മൾ ഈക്വലി വൈറ്റ് ആൻഡ് റെഡ് ബോൾസ് ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. പക്ഷെ അതിൽ റെഡ് ബോൾസ് കൂടുതലുണ്ടെന്നോ അല്ലെങ്കിൽ വൈറ്റ് ബോൾസ് കൂടുതലുണ്ടെന്നോ അസ്യൂം ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഈ പ്രോബബിലിറ്റി മാറ്റാൻ പറ്റും. പക്ഷെ അപ്പോഴും ഈ ഡിസ്ട്രിബ്യൂഷൻ ഇതുപോലെ തന്നെ ഇരിക്കും. അതിന്റെ എക്സ്പെക്ടേഷൻ വിൽ ബി പീക്കിംഗ് അറ്റ് ദ അതർ ലെവൽ. അതായത് ഇപ്പോൾ 0.2 into 1 ആണെങ്കിൽ 0.2 ആയിരിക്കും, 0.2 into 10 ആണെങ്കിൽ 2-ലായിരിക്കും പീക്ക് ചെയ്യുന്നത്. അങ്ങനെ രണ്ടെണ്ണം ഔട്ട് ഓഫ് 10 വി ക്യാൻ എക്സ്പെക്ട് 2 to be സക്സസ്. ആ രീതിയിൽ ഇപ്പൊ നമ്മൾ അറിയില്ലാത്തൊരു പ്രോബബിലിറ്റി, അതായത് ഒരു സിസ്റ്റം ആണെന്ന് കരുതിക്കും. ഉദാഹരണത്തിന് ജാറിൽ ഏതൊക്കെ ടൈപ്സ് ബോൾ ഉണ്ടെന്ന് അറിയത്തില്ല. അപ്പൊ നമുക്ക് ആ ഡ്രോസ് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് തിരിച്ച് ബിൽഡ് ചെയ്യുന്നതല്ലേ ഡിസ്ട്രിബ്യൂഷനിലേക്ക് പോകുന്ന ഐഡിയ? അതെ. അത് നമ്മൾ അതിന്റെ ലൈക്ലിഹുഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ നമ്മൾ അത് വരുന്നുണ്ട് ലാസ്റ്റില്. സോ വിൽ ഡിസ്കസ് അബൌട്ട് ദാറ്റ്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇതിൽ മീൻ എ ആൻഡ് ബി എന്ന് പറയുന്നത് രണ്ടും കൂടെ ചേരുമ്പോൾ ഉള്ള രണ്ടും കൂടെ കമ്പൈൻ, രണ്ടിലും ഉള്ള, അതായത് എ ആൻഡ് ബി പോസിറ്റീവ് രണ്ടിലും സക്സസ് ആവുന്ന എത്ര എണ്ണം ഉണ്ടെന്നുള്ളതാണ് 0.25 നമുക്ക് കിട്ടുന്നത്. അപ്പം ഇതിപ്പോ റിപ്പീറ്റേഷൻസ് എപ്പോഴും നമുക്ക് അതിന്റെ ഒരു അപ്രോക്സിമേഷൻ ആണ്. തിയറട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോൾ കറക്റ്റ് ആയിട്ട് 0.25 എന്ന് വരും. അതാണ് ദാറ്റ് ഈസ് ദ തിയറി. അപ്പോൾ ദിസ് ഇസ് കോൾഡ് ജോയിന്റ് പ്രോബബിലിറ്റി, which is explained by the multiplicative law, which means a rule, which is probability of A and B equals probability A into probability B. അപ്പോൾ അതിൽ ഞാൻ കുറെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്, അപ്പോൾ ഞാൻ തൽക്കാലം അതിലോട്ട് പോകുന്നില്ല, സമയം ഇല്ലാത്തതുകൊണ്ട്. പിന്നെ ഒരെണ്ണം ഉള്ളത് either one is positive, അതിന്റെ പ്രോബബിലിറ്റി എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ A has a probability of 0.5, B has a probability of 0.5. പക്ഷെ അതിൽ ഏതെങ്കിലും ഒന്ന് A or B എന്ന് പറയുമ്പോൾ അതിൽ 25% will be both A and B. അപ്പോൾ അതിനെ നമ്മൾ അതിൽ നിന്ന് കുറയ്ക്കണം. സോ A or B will be, probability will be 0.75 roughly. That is probability of A plus probability of B minus the probability of A and B. So that is called the additive rule. അപ്പോൾ അതിൽ 0.75 കിട്ടും. ഇതിലെ പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി ചില സമയത്ത് അങ്ങനെ ഒരു സംഭവം ഇല്ലായിരിക്കും. There are some examples where you cannot have both A and B. For instance, ഇപ്പോൾ വെള്ള ഷർട്ടാണോ ഗ്രീൻ ഷർട്ടാണോ ഇടുന്നതെന്നുള്ള രണ്ട് ഷർട്ടും കൂടെ സാധാരണ ആളുകൾ ഇടാത്തതുകൊണ്ട്
So there is no joint probability of A and B. So that will not happen. So then you can assume A and B is 0. So you can just add the probabilities of A and B. So that's in the rule. So that is called the addition rule, which we have seen already. Probability of A plus probability of B minus probability of A and B. Now the third concept we are looking at is conditional probability, which means probability of given A given the event B. So if they are dependent, so far we have assumed that they are independent. Influence ചെയ്യുന്നില്ല എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആണ് നമ്മൾ ഇത്രയും കാൽക്കുലേറ്റ് ചെയ്തത്. പക്ഷേ A is influenced by B എന്നുണ്ടെങ്കിൽ probability of event A given event B, അത് പലതരത്തിൽ നമുക്ക് ഒരു എക്സാമ്പിൾ പറയാൻ പറ്റും. ചില കാര്യങ്ങൾ ഇപ്പോൾ ഹാർട്ട് ഡിസീസ് ഉള്ളവർക്ക് ഒരു കോംപ്ലിക്കേഷൻ വരാനുള്ള പ്രോബിലിറ്റി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ അത് ഇല്ലാത്തവർക്ക് അത് വരില്ല. അപ്പോൾ സോ ദാറ്റ് ഈസ് കണ്ടീഷണൽ. യു കനോട്ട് ഹാവ് ദിസ് കോംപ്ലിക്കേഷൻ അൺലെസ് യു ഹാവ് ഡയബറ്റീസ് ഓർ അൺലെസ് യു ഹാവ് ഹാർട്ട് ഡിസീസ്. ഒരു മെഡിക്കൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ വേറെ എക്സാമ്പിൾസ് നമുക്ക് ആലോചിച്ചെടുക്കാൻ പറ്റും. അതിനൊരു എക്സാമ്പിളാണ് ഞാനിതിൽ പറഞ്ഞത്. ഇപ്പോൾ ചീട്ടിൻ്റെ കാര്യം പറഞ്ഞ് അത് പക്ഷേ ഒരു നല്ല എക്സാമ്പിൾ അല്ല ശരിക്കും. കാരണം അതിലിപ്പോൾ ഇൻഡിപെൻഡൻറ്റും ആവാം. എന്നാലും യു അസ്യൂം ഇറ്റ് ആസ് എ കണ്ടീഷണൽ പ്രോബിലിറ്റി. സപ്പോസ് ഒരു ഫേസ് കാർഡ് എടുക്കാനുള്ള പ്രോബിലിറ്റി എന്താണ്? ഫേസ് കാർഡ് ബിലോങ്ങിങ് ടു ദ വൺ സൂട്ട്, ദാറ്റ് ഇസ് സ്പേഡ്സ് ഇൻ 4 സൂട്ട്സ് ഉള്ളതിൽ നമുക്ക് 4-ൽ 1 പ്രോബിലിറ്റി വരും ഏതൊരു സൂട്ടിന്. ദാറ്റ് ഈസ് the probability of the card being spades is 1 in 4 or 25%. അതിൽ പിന്നെ ഒരു ഫേസ് കാർഡ് ആവാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് that is out of 13 cards in spades should be 3. So 3 out of 13. So അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ we get 0.23 into 0.25, about I think ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് 0.06. So that is probability of A at B will be equal to probability of A into probability of B given A. So this is very similar to the original multiplicative law. Only thing is here we are assuming that probability B is dependent on A. So this is the general rule. The probability of B being independent is the special case. Independent ആവുന്നതാണ് അതൊരു സബ്സെറ്റ് ആണ്. സാധാരണ നമ്മൾ അസ്യൂം ചെയ്യുന്നത് there will be some relation assume ചെയ്യുകയാണെങ്കിൽ we can multiply these probability of A into the conditional probability of B given that A is positive or you have a success in A. So this is what I think how far we have come. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചാലോചിക്കും. ഇപ്പോഴാണ് I think this is what Jijo asked, that is suppose നമുക്കൊരു ഇത് കിട്ടി എന്ന് വിചാരിക്കുക. അപ്പോൾ തിരിച്ച് അതിൻ്റെ പ്രോബിലിറ്റി എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള ചില റൂൾസ് ഉണ്ട്. സപ്പോസ് യു ഇമാജിൻ എ ജാർ, ഏൺ എന്നാണ് സാധാരണ സ്റ്റാറ്റിസ്റ്റിക്സ് പുസ്തകത്തിലൊക്കെ പറയുന്നത്. അതിൽ ഇപ്പോൾ റെഡ് ബോൾസ് ആൻഡ് വൈറ്റ് ബോൾസ് ഉണ്ട്. നമ്മളതിൽ 2 ഈക്വൽ ആണെന്ന് വിചാരിക്കുകയാണെങ്കിൽ ദിസ് ഇസ് എ ക്ലാസിക്കൽ എക്സാമ്പിൾ. അപ്പോൾ അതിൽ നിന്ന് ഒരു ബോൾ എടുക്കുമ്പോൾ അത് റെഡ് ആവാനും വൈറ്റ് ആവാനും ഈക്വൽ ചാൻസ് ആണ് അൺലെസ് യു ലുക്ക്. സോ യു ആർ റാൻഡംലി പിക്കിംഗ്. സപ്പോസ് നമ്മൾ 20 ബോൾ എടുത്തു എന്ന് വയ്ക്കുക. അപ്പോൾ അതിൽ 15 എണ്ണം turned out to be white or 5 എണ്ണം turned out to be red. അപ്പോൾ then what is the probability that only 25% of the balls are red? So we have drawn 5 out of 20. So what is more likely? Is it likely that the urn contained 25% red balls or it contained 50% red balls? എന്നുള്ള ഒരു ചോദ്യം. അത് നമുക്ക് വേണമെങ്കിൽ സിമുലേഷൻ വെച്ച് നമ്മൾ നോക്കിയാൽ ഫസ്റ്റ് യു ക്രിയേറ്റ് എ സിറ്റുവേഷൻ വെയർ ഇറ്റ് ഇസ് 50-50. സോ അതിൽ ഒരു 10,000 ഫ്ലിപ്സ് ആർ ബൈനോം 10,000 20 ബോൾസ് എടുക്കുന്നു, 0.5 പ്രോബിലിറ്റി. അതിനെ നമ്മൾ ഫെയർ എന്ന് വിളിച്ച് സേവ് ചെയ്യുന്നു. സോ വി ക്യാൻ ആക്ച്വലി റൺ ദാറ്റ് സ്ക്രിപ്റ്റ്. ദെൻ വി ക്യാൻ ഹാവ് എ ബയസ്ഡ് എന്നുള്ള രീതിയിൽ somebody thinks it is biased. സ്ക്രീൻ ഷെയർ ചെയ്തിട്ടില്ല ആണോ? അയ്യോ സോറി, ഞാനത് അങ്ങ് പറഞ്ഞു പോയി. എനിക്ക് പക്ഷേ യുവർ ഇന്റർനെറ്റ് ഇസ് അൺസ്റ്റഡി എന്നൊക്കെ പറഞ്ഞതെല്ലാം കിട്ടുന്നുണ്ട്.
അത് നെറ്റ്വർക്ക് ഇടയ്ക്ക് ഹെൽത്തി അല്ലാതെ വരുന്നതുകൊണ്ടാണ്. വൈഫൈന്ന് ദൂരെയാണോ ഇരിക്കുന്നത്? വൈഫൈനോട് അടുത്തിരുന്നില്ലെങ്കിൽ സൂം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കംപ്ലൈന്റ് ചെയ്യും. ആണോ? ഇപ്പൊ ഞാൻ കുഴപ്പമില്ല. വൈഫൈ വേറെ മുറിയിലാണ്. ഇനിയിപ്പോ അവിടെ പോയിരിക്കാൻ വലിയ പാടാണ്. സൂം ഇവിടെ ലെങ്ത് ഉണ്ടെങ്കിൽ നോക്കാൻ വേണമെങ്കിൽ ഡോങ്കിള് വലിയ അല്ല, ഇപ്പൊ പ്രോബ്ലം. വന്നു. ഇപ്പൊ വന്നു. ആ, ഓക്കെ. ഞാൻ ആദ്യത്തെ ഒന്നും കൂടെ പറയണ്ടല്ലോ. അപ്പൊ ഐ തിങ്ക് വേണ്ട. So this is like so if we have two situations. Fair will have R binom 10,000 20 into 0.5 and biased will have 20 into 0.25. Upper we will find out in each case what is the number which is equal to 5 in these situations. The distribution number of events where we get 5 red balls. അതാണ് സം ഫെയർ ഈക്വൽസ് 5 എന്നുള്ള ഒരു കമാൻഡിന്റെ അർത്ഥം. അപ്പൊ അതിലൊരു നമ്പർ കിട്ടും, അത് 146. അതേ സമയത്ത് സം ഫെയർ ബയസ്ഡ് അതിൽ 5 ആവുന്നത് 2039. So when you get, what this means is that if you get 5 balls out of 20 as red, it is more likely that it is biased. It is more likely that you will get less red balls or more white balls. അപ്പോൾ അതിൻ്റെ പ്രൊപ്പോർഷൻ വേണമെങ്കിൽ അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സം ഓഫ് ഫെയർ ഈക്വൽസ് 5 ഡിവൈഡഡ് ബൈ സം ഫെയർ ഈക്വൽസ് 5 പ്ലസ് സം ബയസ്ഡ് ഈക്വൽസ് 5. ഇത് രണ്ടും കൂടെ കൂട്ടുന്നത്. This will kind of cover all the possibilities where you have 5 successes. Out of this is fair ആണെങ്കിൽ സക്സസ് വരുന്നതിൻ്റെ എണ്ണം ഇതിൻ്റെ എത്ര പ്രൊപ്പോർഷൻ ആണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ അത് ഇറ്റ്സ് ഓൺലി അബൌട്ട് 6.67%. അപ്പം നമുക്ക് 5 റെഡ്, അതായത് നമ്മൾ നോക്കുന്നത് സം ഫെയർ ഈക്വൽസ് 5, അതായത് ഫെയർ ആണോ പ്രോബിലിറ്റി എന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഈ ദ distribution from which where we have drawn the sample likely to be 50-50 is only 7.7%. 6.6 or 7%. So we have only a 7% chance that when we get 5 balls out of 20 as red, then it is very unlikely that it is a 50% red, 50% white situation. That is what it says basically. About this is how we can do that by simulation. A simulation കൂടാതെ നമുക്ക് ഈ അതിൻ്റെ തന്നെ ഡി ബൈനോം ഫംഗ്ഷൻ വെച്ചും കണ്ടുപിടിക്കാൻ പറ്റും. അതിന് നമുക്ക് നമ്പർ വേണമെന്നില്ല. ഡി ബൈനോം ഇസ് എ ഡെൻസിറ്റി. അപ്പോൾ ഡി ബൈനോം 5 20 0.5 എന്ന് പറയുമ്പോൾ in a distribution which is a probability, a binomial distribution with a 50% probability, 20 trials, അതിൽ 5 ആകാനുള്ള ഡെൻസിറ്റി, അതിൻ്റെ ഔട്ട് ഓഫ് ടോട്ടൽ വാട്ട് ഈസ് എ പ്രൊപ്പോർഷൻ, അതാണ് ഡി ബൈനോം എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ്സ് അബൌട്ട് 0.14. അതേപോലെ തന്നെ വിത്ത് ദ പ്രോബിലിറ്റി ഓഫ് ബീങ് റെഡ് ഇസ് ഓൺലി 0.25, then what is the D binom or density of the distribution? That will be 0.2. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സിമുലേഷൻ കൂടെ, ഇത് തിയറട്ടിക്കൽ ആണ്. മറ്റത് I mean this is more like from the command. മറ്റത് നമ്മൾ ആക്ച്വലി നമ്പർ വെച്ച് സിമുലേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൽ നമുക്ക് സെയിം ഫോർമുല തന്നെ യൂസ് ചെയ്യാം, പക്ഷേ നമുക്ക് അങ്ങനെ ഏകദേശം അത് തന്നെ കിട്ടും. 0.068, which is about 7%. Which actually means that if you get out of 20 only 5 balls as red, then it's very unlikely that you have been you drawing from a fair situation or a 50-50 situation. This is how we can form an opinion about where it all came from. So this is actually we can actually save this. This is another chance. Suppose we suspect that there is another example. 70% chance that the urn is biased.
that is only 30%, 25 അല്ല 13 ആണ് വേണ്ടത്. So there is a 30% chance that the earn is fair. So 70% chance that the 70% that chance that this ഇതിൽ നേരത്തെയുള്ള സിറ്റുവേഷനിൽ we are taking that both the situations are the same. That is, we don't know what is the chance of fair earn versus the chance of a biased earn. So we are looking at that as equal probabilities. Now we can change that also. We can think that there is a 70% chance because of some reason. You may suspect that there is a 70% chance that the earn is biased. That is only 25% balls are red. So which means a 30% chance is that the earn is fair, which is like it is a 50-50 situation. So apadu nammal idupole thanne we can program that. We will name it as probability of fair. ഇതിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ ഡി ബൈനോം സെയിം command ആണ്. The only thing is we are multiplying the whole thing by 0.3 to say that we are weighting it, that this density is weighted by 0.3 because we are saying that there is only a 30% chance of a fair situation, whereas there is a 70% chance of a bias situation. So we take the density of the bias situation just like we have done before, the same d binom 720.25 എന്നുള്ളത് എടുത്തിട്ട്, പക്ഷേ that we are giving a weightage of 0.7 because we think that 70% chances that so we can actually look at that. So it will be the probability of being fair is only about 0.4% and the probability of biased is 14%. So we can actually calculate the probability of being biased out of the total probabilities, similar to what we have done before. So we get a 96.9 or 97%. What this means is that, see, our assumption before we started was that there is a 70% chance of a biased situation. Now, after we have seen the evidence, which is only 5 balls out of 20 turned out to be red, we revise the probability to 97%. 17, we confirmed that 97% chance is, we can say that roughly 97% chance is there that it is not fair. So this is basically the approach of what we call Bayesian statistics. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന സ്റ്റാറ്റിസ്റ്റിക്സിൽ ജനറലി ദർ ആർ 2 approaches. നമ്മൾ ഇതുവരെ നേരത്തെ പറഞ്ഞതെല്ലാം തന്നെ വാട്ട് വി കോൾ ഫ്രീക്വന്റിസ്റ്റ് പ്രോബബിലിറ്റി എന്നാണ് പറയുന്നത്. ഫ്രീക്വന്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ ഒബ്സർവ് ചെയ്യുന്ന ലോകത്ത് അതാണ് നമ്മൾ ബേസിസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ എത്ര കോയിൻ ടോസ് ചെയ്യുമ്പോൾ roughly 50 times it is fair, so we call it as 50% chance, അങ്ങനെ പലതും. പക്ഷെ ഇതിലിപ്പോ നമ്മുടെ പല സിറ്റുവേഷൻസിലും നമുക്ക് നേരത്തെ തന്നെ ഒരു വിശ്വാസം ഉണ്ട്. ഇപ്പോൾ നമ്മൾ പരീക്ഷ ജയിക്കും എന്നൊരു വിശ്വാസം ഉണ്ട്. അപ്പോൾ അത് ആഫ്റ്റർ ദി എവിഡൻസ് യു ക്യാൻ റിവൈസ് ദാറ്റ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ പോലെ ദാറ്റ് ഈസ് കോൾഡ് എ ബേഷ്യൻ അപ്രോച്ച്. ദിസ് ഇസ് ദ basis of a whole body of statistical approaches called Bayesian statistics. So അപ്പോൾ ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇതിനെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ എ ബി എന്നുള്ള രീതിയിൽ represent ചെയ്യാം. We can take A to represent the probability of a biased turn and B to represent the probability of getting 5 red balls out of 20. Then probability A given B is equal to probability of that is the same as probability of the biased turn given that 5 red balls are we get 5 red balls out of 20. അതാണ് probability of A given B എന്ന് പറയുന്നത്. Probability of A given B. Now probability of B given A into probability of A എന്ന് പറഞ്ഞാൽ അതായത് 5 balls out of
20 out of the biased turn, and given that you are given that the earn is biased, we can represent as probability of B given A into probability of A. അത് നമ്മൾ നേരത്തെ ചെയ്ത കാര്യം തന്നെയാണ്. ഈ probability of A എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ വെയിറ്റ് ചെയ്ത പോലെ, അതായത് what is our prior probability of that it is biased. അതാണ് നമ്മൾ probability A എന്ന് വിളിക്കുന്നത്. So probability of B given not A into probability of given B given not A into probability of not A. That is situation where you have 5 red balls out of 20, given that there is a fair earn into the fair earn probability. So idine nammal ingane represent cheyam idellam kudi if you write it out, probability of given A given B equals probability of B given A into probability of A divided by probability of B given A into probability of A plus probability of B given not A into probability of not A. എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് കാണുമ്പോൾ തല കറങ്ങുമെങ്കിലും ഇത്രയ്ക്കൊന്നും ഇല്ല. ബേസിക്കലി വാട്ട് ഇറ്റ് സേസ് ഇസ് ദാറ്റ് ഇപ്പോൾ എ ആൻഡ് ബി രണ്ട് സംഭവം ഉണ്ട്. ഇഫ് എ ഹാപ്പൻസ് ആൻഡ് യു വാണ്ട് ടു നോ വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ഓഫ് എ ഹാപ്പനിങ് ഗിവൺ ദാറ്റ് ബി ഈസ് ട്രൂ, അങ്ങനെയാണെങ്കിൽ ഇഫ് യു ഓൾറെഡി നോ വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ഓഫ് ബി given that A is true, then you can work it out. The reverse probability can be worked out like this. So the medicine law is very important. You may have the probability of, you may want to find out what is the probability of disease given exposure. If you know the, sometimes you may know only the reverse, that is an exposure given the disease. So you can apply this to find out the probability of A given B, and this is known as the Bayes theorem. Bayes theorem is the basis of Bayesian statistics. Bayes, so the apostrophe should come after the S. It's very interesting. Bayes was a Thomas Bayes എന്ന് പറഞ്ഞ ഒരു മിനിസ്റ്റർ ആണ്, ഒരു പാസ്റ്റർ ആണ് ഇത് വർക്ക്ഔട്ട് ചെയ്തത്. So he was actually working in some English parish as a priest. അതിന്റെ ഒരു എക്സാമ്പിൾ I'll just this may make it more understandable. This is taken from a very famous book, which is, I don't know whether you might have read it, called Thinking Fast and Slow. Daniel Kahneman, he got a Nobel Prize he's a psychologist who got a Nobel Prize in economics because he thought about how people think, especially in economic decisions. And he's got some very interesting observations, did a lot of experiments. അതിൽ അങ്ങേര് പറയുന്ന ഒരു കഥ ഇതാണ്. Suppose the city of X has only 2 cab companies, blue and grey. രണ്ട് നിറത്തിലുള്ള ടാക്സി ഉള്ളൂ അവിടെ. 80% ബ്ലൂ ആണ്, 20% ഗ്രേ ആണ്. അപ്പോൾ ഒരു ദിവസം there is an accident at the night. സ്ട്രീറ്റിൽ ആരും ഇല്ലാത്തപ്പോൾ ഒരാളെ ഇടിച്ചിട്ട് പോകുന്നു, കാർ ഓടിച്ചു പോകുന്നു. അപ്പോൾ ഒരാൾ അത് കണ്ടു, കണ്ട ആൾ പറയുന്നു the car was grey cab. അപ്പോൾ പ്രയർ പ്രോബിലിറ്റി ഗ്രേ ക്യാബ് ആവാൻ 20% ഉള്ളൂ, കാരണം ആ പാടമുള്ളതിൽ 20% ഗ്രേ ക്യാബ് ഉള്ളൂ. സോ we start with the prior probability of only 20% being grey, but he says it was grey. അപ്പോൾ then suppose the police do some random testing. ഇയാൾ പറയുന്നത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി അയാളെ വിളിച്ച് കുറെ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്തപ്പോൾ 90% of the time he can correctly identify. അപ്പോൾ എവിഡൻസ് വെച്ച് പറയുകയാണെങ്കിൽ 90% it is grey, but the prior probability is only 20%. അപ്പോൾ ഇത്രയും സിറ്റുവേഷൻ വെച്ചുകൊണ്ട് നമ്മൾ പ്രയർ പ്രോബിലിറ്റിയെ ഗിവൺ എവിഡൻസിന്റെ ബേസിസിൽ നമുക്ക് എങ്ങനെ റിവൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് we can use the Bayes theorem. Suppose the reliability of the evidence is 90%, as we have seen, and the prior probability is only 20%, and the probability of the event is of course 90%, because that is what the man was hit by a grey car. അതിന് 90% ആണ് ഇയാൾ പറഞ്ഞേക്കുന്നത്, because 90% വിശ്വസിക്കാം. So which means that probability of the event man hit by a grey car is 0.90. So then how will you modify the
this thing. So we can work it out if you do this probability of gray given the event equals probability of event given gray into probability of gray divided by probability of event given gray into probability of gray plus probability of event being not gray, probability of event being probability of not being gray. So I thought I can do it now, but I don't know that we have time. So I can probably I'll just leave it. I don't know. There is time. Time. 8 മണിയായിരുന്നു. We have time. Okay. Okay. So what is this? So we'll make a chunk here. Code chunk. Insert chunk. What is the probability of gray given the event? So event has happened, which is the event is described as man hit by a gray car. So that is the probability of car being gray given that the event. So no, that's what we want. പറയുവാണോ? So the probability of event being event given that the car is gray is, anyway, we have seen that it is 0.9, 0.9 into prior probability is 0.2. So the same thing. Probability of event not gray എത്രയാണ്? ഇതിന്റെ റിവേഴ്സ് ആയിരിക്കും അല്ലേ? So we have a 10% chance that it was hit by a blue car, that the man was wrong. But there is a 80% chance that there is a car is blue, because the prior probability of being blue is this. So bracket കൊടുത്തേക്കാം. So it's about 70%. Even though the car being gray is only chance is only 20%, in the light of the evidence this man has given that it was a gray car, you can revise it to 70%, saying that there is a fair chance that it was a gray car because his evidence was reliable. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് ഈ Bayesian Bayes theorem ഉപയോഗിക്കാറ്. പിന്നെ of course this is only just an example. Bayesian statistics is a completely different approach. നമ്മൾ സാധാരണ ഈ p values ഒക്കെ കണ്ടുപിടിക്കുന്നതിന് പകരമുള്ള ഒരു alternative ആണ് Bayesian statistics. Now it is catching on, but one problem is that ഈ frequentist approach, നമ്മുടെ classical approach statisticsൽ ഒരുപാട് ടെസ്റ്റുകളും ടെക്നിക്സും ടൂൾസും ഒക്കെ ആളുകൾ ഡെവലപ്പ് ചെയ്യും. പക്ഷെ അതുപോലെ ഇതിൽ പലപ്പോഴും സാധിക്കാറില്ല. അപ്പം അതിൻ്റെതായ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ there are more and more people who prefer Bayesian approaches. So Bayesian approach എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. Any probability is approached with a notion about what is the prior probability and how do we revise it in the light of the given evidence. മറ്റത് നമ്മൾ സാധാരണ ഫ്രീക്വന്റിസ്റ്റ് അപ്രോച്ചിൽ നമ്മൾ പ്രയർ പ്രോബിലിറ്റിയെ കുറിച്ച് നോക്കുന്നില്ല. നമ്മൾ കാണുന്ന ഇവന്റ് വെച്ചിട്ട് പ്രോബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇത് അങ്ങനെയല്ല. there is a prior probability and how do we reckon, how do we
take that into consideration എന്നുള്ളതാണ് Bayesian സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു ബേസിക് അപ്രോച്ച്. ഇനിയിപ്പോ വേറെ ഡൗട്ട്സ് വല്ലതും ഉണ്ടോ, അല്ലെങ്കിൽ അടുത്ത ഇന്നത്തെ ഇതിലോട്ട് പോകാം? അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഷെയർ ചെയ്യാം. ഇഫ് യു ഹാവ് ക്വസ്റ്റ്യൻസ് യു ആർ വെൽക്കം to share in the group also. So we will take the next session, that is session 2. So ഞാൻ ഷെയർ ചെയ്തിരുന്നു. Please load this and we will work with this. So നമ്മൾ ഇതുവരെ പറഞ്ഞതെല്ലാം ബൈനോമിയൽ സിറ്റുവേഷൻ ആണ്. അതായത് ഒരു ഇവന്റ് whether it happens or not doesn't happen. So that is called the binomial. ആക്ച്വലി നമ്മളിപ്പോൾ 10 കോയിൻ ഫ്ലിപ്പ് ചെയ്യുന്ന ആണ് പറഞ്ഞത്, n = 10. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ നമ്പർ ഓഫ് കോയിൻസ് ഇൻക്രീസ് ചെയ്യാം. 10 കോയിനുള്ള 100, 1000, 10000 അങ്ങനെ കൂട്ടാം. നമ്പർ ഓഫ് റെപ്പിറ്റേഷൻസും കൂട്ടാം. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ ഒരു സീരീസ് ഓഫ് ഇതുണ്ടാക്കുകയാണ്. സപ്പോസ് പെനി ഫ്ലിപ്സ് 10 എന്ന് പറഞ്ഞിട്ട് ആർ ബൈനോം 100,000, ഓരോന്നും 1,00,000 തവണ റിപ്പീറ്റ് ചെയ്യാണ്. ആദ്യത്തത് 10 കോയിൻ ഫ്ലിപ്സ് ആണ്, ഓരോന്നിനും 0.5 പ്രോബിലിറ്റി. അപ്പോൾ അങ്ങനെ വി ഹാവ് സേവ്ഡ് ഇറ്റ്. പിന്നെ രണ്ടാമത്തതിൽ 100 കോയിൻ, മൂന്നാമത്തതിൽ 1000 കോയിൻ, നാലാമത്തതിൽ 10,000 കോയിൻ. അങ്ങനെ നമ്മൾ ഒരു സീരീസ് ഓഫ് വേരിയബിൾസ് ഉണ്ടാക്കിയിട്ട് now I am going to show you how this will look like if you kind of graph it. അപ്പോൾ we can actually create a series of graphs. നിങ്ങളിത് റൺ ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. So as the number of the sample size increases, ഇതിന്റെ ഇടയിലുള്ള സ്പേസ് പോയിട്ട് it becomes a continuous kind of a distribution. സ്ക്രീൻ ഷെയർ പോയല്ലോ. പോയാ എന്തുപറ്റി? പിന്നെയും പോയത്. Don't know what I'm doing wrong. Anyway, ഇപ്പൊ കാണാമോ? ഇപ്പൊ കാണാം. അപ്പൊ വന്നു കാണാം. അപ്പൊ ഇതിൽ ആദ്യത്തേത് ഒരു സാമ്പിൾ സൈസ് ഓഫ് 10 ആണ്. അത് 10,000 തവണ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ ഏകദേശം ഇങ്ങനെ ഒരു കർവ് കിട്ടും. 100 കോയിൻ ആവുമ്പോൾ ഇങ്ങനെ ആവും. പിന്നെ 1000 ആവുമ്പോൾ ഇങ്ങനെ, 10,000 ആവുമ്പോഴത്തേക്കും വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കിട്ടും. സോ വി ആർ ഗോയിങ് ഫ്രം ദ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ. ഡിസ്ക്രീറ്റ് എന്ന് പറയുന്നത് ഇവന്റ് യെസ് ഓർ നോ എന്ന് മാത്രമേ വരാൻ പറ്റുള്ളൂ. അതാണ് ഡിസ്ക്രീറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഇൻ ബിറ്റ്വീൻ സിറ്റുവേഷൻസ് ഒന്നുമില്ല. പക്ഷേ നമ്മൾ കണ്ടിന്യൂസ് എന്ന് പറയുന്നത് അതിൻ്റെ ഇടയിൽ ഏത് ലെവലിൽ വേണമെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കണ്ടിന്യൂസ്. ജസ്റ്റ് ലൈക്ക് വി സേ ഡിജിറ്റൽ ആൻഡ് അനലോഗ്, അതുപോലെയുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. സോ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോൾ നമുക്ക് ഇപ്പോൾ ഹൈറ്റ്, വെയിറ്റ് അങ്ങനത്തെയൊക്കെയാണ്. അപ്പോൾ അത് ഏത് ലെവൽ വേണമെങ്കിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് ഇവന്റ് ഹാപ്പൻഡ് ഓർ നോട്ട് എന്നുള്ളത് യെസ് ഓർ നോ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഈവൻ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് നമ്പർ കൂട്ടുമ്പോൾ, സാമ്പിൾ സൈസ് കൂട്ടുമ്പോൾ ഏകദേശം ഒരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷന്റെ ഷേപ്പിലേക്ക് പോകും. അതാണ് ഇത് കാണിക്കുന്നത്. സോ വി ക്യാൻ ഡു ദ സെയിം തിങ് ഫോർ ഡിഫറെൻറ്റ് എക്സ്പെക്ടേഷൻസ്. ഇപ്പോൾ ഇതിൽ നമ്മളെല്ലാം 0.5 ആണ് വെച്ചേക്കുന്നത്. പക്ഷേ 0.5ന് വരെ നേരത്തെ ചോദിച്ച ചോദ്യം അതിപ്പോൾ നമുക്ക് ഒരു ബയസ്ഡ് കോയിൻ ആണോ അല്ലെങ്കിൽ ബയസ്ഡ് ജാർ ആണെന്നുള്ള രീതിയിൽ ഒക്കെയാണ് എങ്ങനെ ഇരിക്കുന്നു നോക്കാനാണെങ്കിൽ നമുക്ക് ഇതിലിപ്പോൾ പക്ഷേ ഓൺലി തിങ് എക്സ്പെക്ടേഷൻ വിൽ ഡിഫർ. ഇതിലിപ്പോൾ നമ്മൾ 0.4 വയ്ക്കുമ്പോൾ 400 അവിടെ വരും അതിൻ്റെ പീക്ക്. ഇവിടെ ആകുമ്പോൾ 9 ആകുമ്പോൾ 0.2 ആണെങ്കിൽ 200,000 അവിടെ വരും. മറ്റത് 4,000, ഇവിടെ 9. അങ്ങനെ the only thing is the peaking will be different and the position of the peak മാത്രമേ വ്യത്യാസമുള്ളൂ. ഷേപ്പിന് വലിയ വ്യത്യാസമൊന്നുമില്ല. അതാണ്. So when we go from a discrete distribution like binomial to a continuous distribution, the distribution takes a particular symmetrical shape with the highest density in the middle or at the expectation. This is what statisticians call the expectation, where you are likely to find the maximum. That is the most likely place where you find the variable will be around this point. അതാണ് ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ അങ്ങനെ ചെല്ലുമ്പോൾ this takes a particular shape which is known as a normal or
Gaussian distribution. So adina we can represent by two parameters, that is the mean and the variance. That is generally described like this. X is a normally distributed variable with mean equal to mu and variance equals to r. So it can be written like this: Ex equals mean x. The mean is the arithmetic average, of course. Variance എന്ന് പറയുന്നത്, so if x is a random variable with a normal distribution, the normal distribution ആണെങ്കിൽ സാധാരണ normal distribution വരുന്നത് continuously measurable variables ആണ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഹൈറ്റ്, വെയിറ്റ്, ബ്ലഡ് ഷുഗർ, അങ്ങനെ അല്ലെങ്കിൽ മണി, അങ്ങനെയൊക്കെയുള്ള ഏത് ലെവലിൽ വേണമെങ്കിലും നമുക്ക് മെഷർ ചെയ്യാവുന്ന വേരിയബിൾസ്. അപ്പോൾ സ്പീഡ് അങ്ങനെ പലതും ഉണ്ട്. So this is a formula for the mean, that is mu equals sigma x divided by n. അതായത് add all the numbers, all the values in the variable and divide by x. So statistically it can be represented by this big sigma, capital sigma x divided by n. Variance എന്ന് പറയുന്നത്, അപ്പോൾ അതിൽ suppose you have calculate the mu or the mean. So take each value and take the difference from the mean, that is x minus mu. എന്നിട്ട് അതിനെ എല്ലാം സ്ക്വയർ ചെയ്യാം. So each of them is squared. So even the negative values, deviations will be squared. That become a positive number. So if you add up all the all the deviations, that becomes the sum of the squares of the deviations, and that can be divided by the total number. So this is something like this: x minus mu the whole squared, that is sigma of this divided by n is the what is known as the variance. Variance is a measure of the variability of the distribution, or if you want to think graphically, it represents the width and the shape of the distribution. So, and the standard deviation, which is what we usually go by, is the square root of the variance. So we bring it back to the original unit. Variance എന്ന് പറയുന്നത് ഒരു square unit ആണ്. So when you suppose you are measuring in centimeters, the variance will be in centimeters squared. So that is not a very convenient thing. So we have to convert it back to the centimeter unit. So we will take the square root. So that is why usually you use standard deviation. ആറിലാണെങ്കിലും സാധാരണ നോർമൽ ഡിസ്ട്രിബ്യൂഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷനും മീനും വെച്ചിട്ടാണ്. വേരിയൻസ് ഉപയോഗിക്കുന്ന ചില പ്രോഗ്രാംസ് ഉണ്ട്. So here it is usually, you can use a variance, but usually it is standard deviation. And you can actually generate a normal curve by this command if you want to. So this I am just show you. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം കിട്ടും. So this is the shape of the standard normal curve. Standard normal curve എന്ന് നമ്മൾ പറയുന്നത് is a curve normally distributed with the center or the mean at 0 and standard deviation of 1. So ഇത് ഇങ്ങനെ ഇരിക്കും. This is what is known as a bell-shaped curve. Shaped curve in well-shaped curve nahi poi, adu liye prashna hai. So the bell is should be like this. The top should be, the peak should be appear like this. So idine ingane oru saanam undu. So this is adine vere oru properties undu, kurtosis, skewness എന്നൊക്കെ പറഞ്ഞു. അതിലേക്ക് പോകുന്നില്ല. അതായത് ഇതിന്റെ ഈ കർവ് എങ്ങനെ ഇരിക്കുന്നു, എങ്ങനെ ഫ്ലാറ്റ് ആണോ കുറച്ചുകൂടി ഷാർപ്പ് ആണോ എന്നൊക്കെ വെച്ചിട്ട് this is actually very interesting thing. We'll come to that because this has so many properties. അതാണ് ഇമ്പോർട്ടൻറ്റ്. ഇതിലിപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് നോർമൽ കർവ് വരച്ച് കഴിയുമ്പോൾ ഇതിൽ നമ്മുടെ ഈ ഡിസ്ട്രിബ്യൂഷനുള്ള എല്ലാ വാല്യൂസും ഇതിനകത്തിരിക്കും. സോ you can say that the area under the curve represents 1, which means the whole of the variable. But whatever value you are taking should be somewhere in this. So this actually you can take this as standard deviation units. So if you divide whatever you are measuring by the standard deviation, you will get the standard deviation units. So 1 standard deviation unit, 2 standard deviation units, 3 standard deviation units.
അങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിലൊരു വേറൊരു സാധനമുണ്ട്, ഷെയ്ഡ് ഫംഗ്ഷൻ. നമുക്ക് വി ക്യാൻ ഡിഫൈൻ അവർ ഓൺ ഫംഗ്ഷൻ. ഈ പറഞ്ഞേക്കുന്ന ഐ ഹാവ് ഷെയർഡ് ദിസ് വിത്ത് യു, സോ യു ക്യാൻ ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ്. ഇതെന്താണെന്ന് അങ്ങനെ ആലോചിക്കണ്ട, ഞാനും വേറൊരു സ്ഥലത്തുനിന്ന് കോപ്പി ചെയ്തതാണ്. The only thing is it is a kind of function which will help you to calculate the area under the curve at various points. അപ്പോൾ ഇത് നമുക്ക് റൺ ചെയ്ത് കഴിഞ്ഞാൽ we'll have a function. സോറി, പിന്നെയും പോയെന്ന് തോന്നുന്നു അല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഇത് പോകുന്നു. ഷെയർ ഇപ്പോൾ ഉണ്ടോ? ഷെയർ ഉണ്ടോ? ചങ്ക് സെലക്ട് ചെയ്യാൻ നോക്കുമ്പോഴാണ് പോകുന്നത്. അതെ അതെ, എക്സാക്ട്ലി. ഇപ്പൊ ശരിയായോ? ഇപ്പൊ ഉണ്ടോ? അപ്പൊ കാണാം. So we have that function. So if we use that function, shade എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇപ്പോൾ സപ്പോസ് we are first of all we look at one standard deviation on either side. അത് നമ്മൾ നോക്കുവാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. And from this output you can see that it is 0.68. അതായത് ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ on either side will cover 68% of all values. അപ്പോൾ you know immediately that in normally distributed variable 68% of more than two-thirds of values should be within one standard deviation unit on either side. ഇത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. So similarly we can do for two standard deviations. അപ്പോൾ നമുക്ക് we get something like this. We have a higher area which is shaded, which is about 95%. More than 95% of all units, all observations will be within two standard deviations on either side of the mean. And similarly, we can even go up to 3 standard deviations. It will cover almost everything. That is almost 99.7%. That is where baki valare korche ullu. So this is very important to remember because of certain properties of these things. So the normal curve index chala properties are the 68% will be covered within one standard deviation on either side. 95% will be covered within two standard deviations on either side, and 99.7 will be covered by 3 standard deviations on either side. So that is a very important thing to know. ഇതിൽ എന്തെങ്കിലും ഉണ്ടോ സംശയം? രണ്ട് സംശയങ്ങൾ എനിക്കുണ്ട്. ഒന്ന്, ഇതാണോ അവര് ഈ 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണോ ഇവര് 5% കോൺഫിഡൻസ് ഇന്റർവൽ എന്നൊക്കെ പറയുന്നത്? അല്ലെങ്കിൽ ഹലോ? അതെ അതെ, ശരിയാണ്. അതിലോട്ട് വരാൻ നോക്കാം. വേറൊന്ന്, നോർമൽ ഡിസ്ട്രിബ്യൂഷനില് 95% കോൺഫിഡൻസ് ഇന്റർവൽ എന്ന് പറയുന്നത് 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. മറ്റൊരു സംശയമുള്ളത്, നേരത്തെ നമ്മൾ ബയസ്ഡ് ആയിട്ടുള്ള ട്രയൽസ് നടത്തിയപ്പോൾ ആ പീക്ക് മാത്രം ഷിഫ്റ്റ് ചെയ്യുന്ന കണ്ടുള്ളൂ, പക്ഷെ ഒരു സ്ക്യൂനെസ് വന്നില്ല. അതായത് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റിൽ റിമൈൻഡ് ബെൽ ഷേപ്പ് അല്ലേ? അതെന്തായിരിക്കാം? അല്ലെങ്കിൽ എന്താണ് ഈ കർവിന്റെ അങ്ങനെയാണ്. നമ്പർ കൂട്ടുമ്പോ അങ്ങനെ വരും. അല്ല, അത് ടു ഡിസ്ട്രിബ്യൂഷൻസ് വേറെ ഉണ്ട്. പക്ഷെ ബൈനോമിയലിന്റെ ഒരു പ്രോപ്പർട്ടി, നമുക്ക് ഇനഫ് ട്രയൽസ് ഉണ്ടെങ്കിൽ it will be like a normal distribution. It will simulate a normal distribution. നമ്പർ കൂട്ടുന്തോറും അത് വരും എന്നുള്ളതാണ് അതിന്റെ ഒരു തിയറി. അപ്പൊ അതിന്റെ ഡീപ്പർ ആസ്പെക്ട്. ഓക്കെ, സോ ആക്ച്വലി നമ്മൾ ബൈനോമിയൽ ഫംഗ്ഷൻ ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത പോലെ R-ല്
we can also generate a normal distribution by the rnorm function. Rnorm function, അതിൽ നമ്മൾ നമ്പർ കൊടുക്കണം, അതായത് സാമ്പിൾ സൈസ് കൊടുക്കണം, അതോടുകൂടി we have to give the mean and the standard deviation. അപ്പോൾ അതനുസരിച്ചുള്ള ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അവർ ഉണ്ടാക്കും. And a binomial distribution with same expectation and same variance. അപ്പോൾ അത് രണ്ടും തമ്മിൽ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് കാണിക്കാനായിട്ടാണ്. ഇതല്ലല്ലോ. ഓക്കെ, ഇതാണ്. So if you look at this, these two side by side, we come to the അത് എന്താ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ റിപ്പീറ്റഡ് സാമ്പിളിംഗിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. സപ്പോസ് വി ഹാവ് എ പോപ്പുലേഷൻ. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ എപ്പോഴും പോപ്പുലേഷൻ ആൻഡ് സാമ്പിൾസ് ആണ് പറയുന്നത്. നമ്മൾ പലപ്പോഴും പഠിക്കുന്നത് സാമ്പിൾസ് മാത്രമാണ്, പക്ഷെ അതിന് ഇൻഫറൻസ് ഇസ് അബൌട്ട് ദ പോപ്പുലേഷൻ. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ഹോൾ പോപ്പുലേഷനെ സ്റ്റഡി ചെയ്യാൻ വളരെ അപൂർവമായിട്ട് ഒക്കെ ചെയ്യുമ്പോൾ മാത്രമേ അങ്ങനത്തെ ഒരു ഇത് വരുന്നുള്ളൂ. അല്ലെങ്കിൽ ഏതാണെങ്കിലും ഇപ്പോൾ കാറിന്റെ കാര്യം എടുത്താലും ഈവൻ വേറെ എന്തെങ്കിലും ഇപ്പോൾ ബോട്ടണിയിലോ ഒക്കെ തന്നെ നമ്മൾ എടുക്കുന്നത് ഒരു സാമ്പിളാണ്. അപ്പോൾ പക്ഷേ നമ്മുടെ ഇൻഫറൻസ് ഇസ് അബൌട്ട് we are creating a population. ഇതിപ്പോൾ ജസ്റ്റ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് കാണിക്കുകയാണ്. അപ്പോൾ ഞാൻ WT എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ടാക്കി. ദാറ്റ് ഇസ് ബൈ ഇറ്റ്സ് എ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് വേരിയബിൾ വിത്ത് എ സൈസ് ഓഫ് 1,000,000. Mean is 20, standard deviation is 10, which is basically I am talking about weight. Weight എന്ന് ഞാൻ പറയുന്നില്ലെന്നേ ഉള്ളൂ. വെയിറ്റ് WT എന്ന് പേര് കൊടുത്തേക്കുന്നു. അപ്പോൾ ഏകദേശം 70 കിലോഗ്രാം 10 കിലോഗ്രാം ഏത് സൈഡ് ഒരു ഗ്രൂപ്പാണെന്ന് വിചാരിച്ചുള്ളൂ. സോ വി ആർ ആക്ച്വലി so it will look something like this. We run the thing, it will be, the distribution will be like this. It is around 70, and 2 standard deviations will cover about, as we have learned, 95% of the population, etc. So this is, we can assume that this is a population. Suppose we go on sampling from this population with replacement. Sampling with replacement എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സാമ്പിൾ എടുത്തിട്ട് പക്ഷെ അത് തിരിച്ച് പോപ്പുലേഷനിലേക്ക് അത് മെഷർ ചെയ്തിട്ട് തിരിച്ച് പോപ്പുലേഷനിലേക്ക് തന്നെ ഇടുകയാണ്, പിന്നെയും സാമ്പിൾ ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ സാമ്പിൾസ് എടുത്തുകൊണ്ടിരുന്നാൽ സപ്പോസ് 100 ആണ് നമ്മുടെ സാമ്പിൾ സൈസ്. 100ന്റെ സാമ്പിൾസ് ഒരു 4 സാമ്പിൾ എടുക്കുന്നു വിതിൻ ഈ 1 million പോപ്പുലേഷൻ അകത്തുനിന്ന്. ദാറ്റ് ഇസ് ദ വെയിറ്റ് എന്നുള്ള. സോ we can use this code to generate that. Sample weight or WT size equals 100 into 4. 100 ന്റെ 4 സാമ്പിൾ റീപ്ലേസ് ഈക്വൽസ് ട്രൂ. ഇതൊക്കെ അതിൻ്റെ ചില ടെക്നിക്കാലിറ്റീസ് ആണ്. ഡ്രോസ് കൺവേർട്ടിംഗ് ഇൻ ദ മാട്രിക്സ്, ബിക്കോസ് അത് ആറിൻ്റെ ഒരു ടെക്നിക്കാലിറ്റിയാണ്. ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ജസ്റ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഡ്രോസ് എന്ന് പറഞ്ഞ നമ്മളൊരു വേരിയബിൾ ഉണ്ടാക്കി. വെയിറ്റ് നമ്മൾ റൺ ചെയ്തില്ല. ഓക്കെ, നോട്ട് ഫൗണ്ട് എന്ന് പറയുന്നതാണോ? ഒന്നുകൂടെ റൺ ചെയ്യട്ടെ. ഓക്കെ, so then we are converting that into a matrix. Matrix and head നോക്കി, അതായത് ജസ്റ്റ് ഫസ്റ്റ് ഫ്യൂ എൻട്രീസ് നോക്കി എങ്ങനെ ഇരിക്കും. These are the 4 samples, 1 2 3 4, and these are the sample. ഓരോ മെഷർമെന്റിലും ഓരോ മെഷർമെന്റ് ആണ് ഈ കാണിക്കുന്നത്. 61 65 അങ്ങനെ കുറേ ഉണ്ട്. So you go on like this. This only 6.6 rows are seen. അപ്പോൾ അതിനെ നമ്മൾ ഒരു ആദ്യം തന്നെ ഡാറ്റ ഫ്രെയിം ആയിട്ട്, ടെക്നിക്കാലിറ്റീസ് ആണ്, that you can
look at it to leisure. This is R-ന്റെ ചില പ്രത്യേകതകളാണ്. So we have converted that into a data frame. Data frame നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് അതിലോട്ട് പോകുന്നില്ല. അപ്പോൾ we are creating a name also for the data frame. എന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ S1, S2, S4 സാമ്പിൾസ് ആണ്. 4 സാമ്പിൾസിന്റെ ടോപ്പിലുള്ള കുറെ എൻട്രീസ് ആണ് ഈ കാണിക്കുന്നത്. ഇങ്ങനത്തെ ഇതിപ്പോൾ 100 എണ്ണം ഉണ്ട്, 100 എൻട്രി ഓരോന്നിലും ഉണ്ട്. അപ്പൊ അങ്ങനെ 4 സാമ്പിൾസ് റിപ്പീറ്റഡ് ആയിട്ട് എടുത്തിരിക്കുക. ആദ്യം ഒരു സാമ്പിൾ പിന്നെ റീപ്ലേസ് ചെയ്ത് പിന്നെ എടുത്തിട്ട് അങ്ങനെ we have 4 samples of size 100 from a population of 1 million, which is with a mean of 70 and a standard deviation of 10. അപ്പൊ ഇനി നമ്മൾ ഇതിന്റെ ഓരോന്നിന്റെയും മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ റൺ ചെയ്താൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓരോന്നിലും ഇപ്പോൾ ഫസ്റ്റ് സാമ്പിളിന്റെ മീൻ 69.5, 70.7, 69.12, 68.8. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നിയർ ടു 10, 9, 11, 10, 10 അങ്ങനെ കിട്ടുന്നു. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ സാമ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് എ റാൻഡം സാമ്പിൾ without any bias, we will get a representative sample which is more or less similar to the population in terms of its mean and standard deviation. കുറച്ച് വ്യത്യാസം ഉണ്ടാവും, പക്ഷെ that is negligible, but we get a fairly good idea about the population parameters. അതാണ് ഇത് കാണിക്കുന്നത്. പക്ഷെ നമുക്ക് ഇതിനി ഇപ്പോൾ നമുക്കതിനെ ഗ്രാഫ് ചെയ്ത് കാണിക്കാം ജസ്റ്റ് ഫോർ. സോ ഇതാണ് 4 സാമ്പിൾസ് നമുക്ക് കിട്ടിയത്. പക്ഷെ ഇതിന് പകരം ഇനി നമ്മൾ 4 സാമ്പിളിന് പകരം let us draw a large number of samples, 1000 സാമ്പിൾ with each of size 100. അപ്പൊ ഇതേ സാധനങ്ങളൊക്കെ തന്നെ നമ്മൾ ചെയ്യുന്നു. ഇൻസ്റ്റെഡ് ഓഫ് 4 നമ്മൾ 1000 ആക്കുന്നു എന്ന് മാത്രം. സോ വി ക്യാൻ ഡു ഓൾ ദിസ് ആൻഡ് ദെൻ ഇതിന്റെ എല്ലാം മീൻ കണ്ടുപിടിച്ചിട്ട് അതിനെ എല്ലാം കൂടെ കളക്ട് ചെയ്തൊരു വേരിയബിൾ സാമ്പിൾ മീൻസ് എന്ന് പറയുന്ന, അതായത് ഓരോ ഈ 1000 സാമ്പിൾസിന്റെയും മീൻ വാല്യൂസ് എടുക്കുകയാണ്. ആ മീൻ വാല്യൂസ് അപ്പം ഓരോ സാമ്പിളും 100ന്റെ സാമ്പിളാണ്. വി ടേക്ക് 1000 samples of size 100 and take the means and then look at the distribution of the means. അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു വേരിയബിൾ എന്ന് പറയുന്നത് we have named it as sample means 100. അപ്പം അത് നോക്കുവാണെങ്കിൽ റൺ ചെയ്തില്ലേ? Okay, let us do it one by one. So we have done the sample means 100 equals apply draw, which means what it says is ഈ 1000 സാമ്പിൾ എടുത്ത് ഓരോന്നിൻ്റെയും മീൻ കണ്ടുപിടിച്ച് അതെല്ലാം കൂടെ ഒരു വേരിയബിൾ ആക്കാൻ പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഇസ് കോൾഡ് സാമ്പിൾ മീൻസ്. അപ്പോൾ അത് ഏകദേശം ഇങ്ങനെ ഇരിക്കും. ഇതിൽ 1000 സാമ്പിൾ ഉണ്ട്. സോ വി ആർ seeing all the samples, each one is the n is equal to 100. So അങ്ങനെ 100ന്റെ 1000 സാമ്പിൾ എടുത്തിരിക്കുകയാണ്. അതാണ് സാമ്പിൾ മീൻസ്. ഇനി അതിന്റെ മീൻ ആണ് what we are going to find out. So if you find out the mean and standard deviation of the means, the mean of the means, adana, so then you find that the mean is fairly very close to the original population mean of 70. അതായത് നമ്മൾ റിപ്പീറ്റഡ് സാമ്പിളിംഗ് ചെയ്യുമ്പോൾ we get a distribution with the mean around the same as the original population mean, but the standard deviation is much less. It's about 1.03. That is the interesting part. So it is not the mean the distribution of means will be around the same mean, but it will be much tighter. So this is what is important. This is called the distribution of sampling means. അപ്പോൾ അതേ same thing if you increase the sample size. ഇപ്പോൾ 100ന് 100ന് പകരം 1000ന്റെ സാമ്പിൾ എടുക്കാം. അങ്ങനെ വരുമ്പോൾ what will happen is, suppose I run this. ഇതിൽ ലാസ്റ്റ് 2 ലൈൻ നോക്കിയാൽ മതി. ഇതിൽ again 70 is the mean, but the standard deviation of the distribution of sample means has become even less, 0.318. ഇത് ഈ രണ്ട് ഡിസ്ട്രിബ്യൂഷൻ സാമ്പിൾ സൈസ് 100ഉം സാമ്പിൾ സൈസ് 1000ഉം തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. വി ജസ്റ്റ് ലുക്ക് അറ്റ് ദ ഹിസ്റ്റോഗ്രാം.
or you just look at the numbers. So here it is minimum 66.29 and max. This one is even tighter, 68.95. So just one unit. So distribution of as the sample size increases, the distribution becomes much tighter around the mean value. So visualize, we can use this code to visualize what we have just said. So then you can see this. It's the same scale. So this is the sample size 100, which goes from 66 to 74, whereas this goes only from about 69 to 71. So when you increase the sample size, you get a very tight distribution around the population mean. So this is the known as the sampling distribution of the mean. So we repeated mean at the distribution, that distribution is called the sampling distribution of the mean, or distribution of the means of the repeated samples. The technical term is called the sampling distribution of the mean. Sampling distributions are statistical theory central part. That is, repeated sample calculate mathematical calculate theory simulate computer simulate so we just become easier actually. So the mean of the sample means will be the distribution sample means will be the population mean. That's easy to understand. It will be around the same value. But the standard deviation has a special relationship. The sampling distribution standard deviation will be population standard deviation divided by the square root of n being the sample size. So that is the relationship. So if you have a sample of 100, you should divide by 10. Whatever is the standard deviation, you divide by the standard square root of the n, which is n. That is in case of 100, it will be 10. In case of 1000, it will be, I think, around 30, 32 or something like that. So that is a square. So that becomes even more tighter. So whereas there is one thing to remember, we should remember that when you make estimation, this is a theory part, this is how it is done, it actually happens. But for technical reasons, when we estimate in a single sample, usually n divide by n divide by n minus 1 unbiased estimator, biased estimator. If you just divide by n, statistics theory says that you will get a bias. So that's correct, n minus 1 on UCR. So that is the issue. So anyway, you just remember that standard deviation by square root of n minus 1 is called the standard error of the mean. So that is the standard deviation of the sampling distribution. Standard error or SC, standard error of the mean, standard error of whatever. So standard error means the standard deviation of the sampling distribution. That is the standard error, that is SC. Idile vera oru idilipa endelum choikkanundo. I know it's a little it has to sink in what we are trying to say here, especially if you are exposed. അല്ല അത് നമുക്ക് നിർത്താം. ഇപ്പൊ ഇതിപ്പോ ഒന്നുമില്ല, ഞാൻ 2-3 ഇതും കൂടെ ഉള്ളൂ, അത് വേണമെങ്കിൽ തീർക്കുന്നതല്ലേ നല്ലത്. അതോ അല്ല നിർത്തണമെന്നാണോ അതോ ഷുഡായി? 2 ഇത്രേ ഉള്ളൂ, പറഞ്ഞു തീർത്തു. ഓക്കെ. ഇതില് വേറെ അടുത്ത എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ചങ്ക് റൺ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായത് വാട്ട് എവർ ബി ദ ഒറിജിനൽ ഡിസ്ട്രിബ്യൂഷൻ. ഇതിലിപ്പോ ടീച്ചിങ് വേറൊരു പാക്കേജ് ആണ്, ടീച്ചിങ് ഡെമോ എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് എടുക്കുന്നതാണ്. അപ്പൊ ഇതിലിപ്പോ ഇവര് കാണിച്ചേക്കുന്നത് ഇതിപ്പോ ഈ നീല നിറത്തിൽ കാണുന്ന അണ്ടർലൈൻ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഈ വര കാണിച്ചേക്കുന്നത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് സാമ്പിൾ ചെയ്യുമ്പോൾ അതെങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. ഇതിൽ കാണിച്ചേക്കുന്നത് സിമ്പിൾ ആണ്. ഇപ്പൊ നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് എടുക്കുകയാണ്. സാമ്പിൾ സൈസ് ഓഫ് 1, ജസ്റ്റ് 1 എടുത്തിട്ട് ഇങ്ങനെ
measure normal naturally it will follow the same pattern. But even in other shape distributions like gamma distribution, uniform distribution, beta distribution, sample size for instance 1 in 5 5 in 30 almost normal. The sampling distribution of the means will be very much it will go on very closely resemble the normal distribution. So we can take that as a rule that it will, when if you go on repeatedly sampling, the mean that will have the means will have a sampling distribution will have a normal shape more or less. Last question that is, suppose we measure the height of a sample. In the basic population mean 50 sample height of 165 centimeters mean, standard deviation 14 centimeters. So we can say that there is if you assume that you can calculate the standard error of the mean is 165, and you can actually calculate the standard error of the mean, which will be about 2 centimeters. So 2 into 2 standard error of the mean on either side, that is 165 minus 2 standard error to plus 165 plus 2 standard error, will have a 95% probability that your original population mean will be in that range. That's 95% confidence interval calculating the theoretical basis. Revise here. So I'll stop here. So the most important idea that I have introduced in this session is sampling distribution. So you try to understand that what is a sampling distribution, because it is very important in the next session. So try to digest that idea. Our last statement